നല്ലൊരു മസാല ചിക്കൻ ഷവായ മന്തി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഉണക്കമുളക് ഒരു 30 മിനിറ്റ് ചൂടുവെള്ളവും വിനിഗറും ഒഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഒരു മിക്സിയിലേക്ക് ചെറിയുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, ഒരു മസാലപ്പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇവയെല്ലാം ചേർത്ത് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമുളകും കൂടി ചേർത്ത് നല്ല രീതിക്ക് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി ചിക്കനിലേക്ക് ഓരോ സ്ഥലത്തും ഹോളിട്ട് കൊടുക്കാം. മസാല നന്നായി പിടിക്കുവാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി മസാല മുഴുവനായി ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് ചിക്കൻ നന്നായി പുരട്ടി വെക്കാം. മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം നമ്മൾ മസാല നല്ലോണം തിരുമ്മി കൊടുക്കണം. ഇനി 2 മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് വൺ വിസിൽ ഫുൾ ഫ്ലെയിമിലും 1 വിസിൽ ലോ ഫ്ലെയിമിലുമാണ് അടുപ്പിക്കേണ്ടത്. അപ്പോൾ ചിക്കൻ റെഡിയായി കിട്ടും. ഇനി ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചിക്കൻ പൊരിച്ചെടുക്കാം. ചിക്കൻ പൊരിച്ച് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ബാക്കി വന്ന മസാല നല്ല രീതിക്കൊന്ന് വറ്റിച്ചെടുക്കാം. മസാല ഈ ഒരു കട്ടിയിലാവുമ്പോൾ മസാല നമുക്ക് മാറ്റി വെക്കാം. ഇനി പൊരിച്ച ചിക്കൻ്റെ മുകളിലായിട്ട് ഈ മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മന്തി തയ്യാറാക്കാൻ വേണ്ടി അരി എടുത്ത് നല്ല രീതിക്ക് കഴുകിയെടുക്കണം. ആ ഒരു വെള്ള കളർ മാറി കിട്ടുന്നത് വരെ കഴുകണം. ഇനി ഇതൊരു 30 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കാം. ഇനി ഈ കാണുന്ന മസാലകൾ മുഴുവൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുതിർന്ന് വന്നിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. വെള്ളം നല്ലോണം തിളക്കുമ്പോൾ മാത്രമാണ് അരി ഇട്ട് കൊടുക്കുന്നത്. അരി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ഉപ്പ് കറക്റ്റാണെന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് ചോറിലേക്ക് ക്യാപ്സിക്കം ഇട്ട് ചോറ് വെന്തിനോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ചോറ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് അരിച്ചെടുക്കാം. ഇനി ചോറ് മറ്റൊരു പാത്രത്തിലാക്കിയിട്ട് അതിൻ്റെ മേലെ പൊരിച്ച ചിക്കൻ വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മസാല ചിക്കൻ മന്തി ഷവായ തയ്യാറാവും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം.